പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഇരിക്കുന്നത് ഒരുപാട് സന്തോഷം നിങ്ങളായിട്ട് പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അത് എല്ലാ കാര്യങ്ങളും ഞാനിപ്പോൾ പറയുന്നില്ല. നമുക്ക് വീണ്ടും പിന്നെ ഒരു വീഡിയോ ആയിട്ട് കുറച്ച് വിശേഷങ്ങളായിട്ട് വരാം. ഇന്നിപ്പോൾ പ്രധാനമായിട്ടും പറയാൻ പോകുന്നത് നാളെ കുഞ്ഞിൻ്റെ 90 അതിന് ഞാൻ എന്തു ചെയ്യും അല്ലേ? സ്വർണത്തിനൊക്കെ ഇപ്പോൾ എന്താ വില? 1 ഗ്രാമിന് 9155 രൂപ വിലയാണ്. 4 മാസമായിട്ട് ഞാൻ ലീവാണ്. അതിൻ്റെ ഇടയ്ക്ക് ഈ കാര്യങ്ങളെല്ലാം നടന്നു പോയിട്ടുണ്ട്. എങ്ങനെയെന്ന് ദൈവം തമ്പുരാന് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് നാളെ 90 വരുമ്പം കുഞ്ഞിന് എന്തെങ്കിലും ഒന്ന് കൊടുക്കണ്ടേ, ഒരു സ്വർണ്ണത്തരി. അതിനെന്ത് ചെയ്യണമെന്ന് വിചാരിച്ച് ദൈവങ്ങളെ വിളിക്കാത്ത ദൈവങ്ങളില്ല. അങ്ങനെ എന്തായാലും കാര്യം ഓക്കെ ആയി. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ കാര്യത്തിലും സന്തോഷവതിയാണ്. നാളെ ഒരു 8:30 ആകുമ്പോഴത്തേക്കും ഞങ്ങൾ ഇവിടുന്ന് പുറപ്പെടും. എല്ലാവരും ഓരോന്നോരോന്ന് വാങ്ങിച്ചു കൈ ചെയിനായിട്ടും കമ്മലായിട്ടും ഒക്കെ വാങ്ങിച്ച് എല്ലാവരും അവിടെ തയ്യാറായിട്ട് ഇരിക്കുകയാണ് ഇവിടുന്ന് പോകാനുള്ളവരൊക്കെ. അമ്മയായി ഞാൻ മാത്രം ഒന്നും ആവാതെ ആകെ ഒരു വട്ടപൂജ്യമായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ദൈവം അതിനൊരു വഴി തുറന്നു വന്നു. ഞാനിപ്പോൾ അത് വാങ്ങി വന്നിട്ട് ഒരു വീഡിയോ എടുക്കുകയാണ് കേട്ടോ. സന്തോഷം. ദൈവത്തിന് ഞാൻ 100 നന്ദി പറയുന്നു. പിന്നെ അടുത്ത സന്തോഷം എന്താണെന്ന് വെച്ചാൽ, ഞാൻ മോണിറ്റൈസേഷൻ്റെ പടിവാതിക്കൽ വന്ന് നിൽക്കുക. അതും എനിക്ക് ഒരുപാട് സന്തോഷം തരുന്നുണ്ട്. കാരണം നമ്മളിങ്ങനെ ആകെ ഈ പ്രശ്നങ്ങളുടെ നടുക്ക് കിടന്നിട്ട് ഇങ്ങനെ വട്ടം തിരിയുമ്പോൾ ഒരു കൈ തരാനായിട്ട് നമുക്ക് ആരുമില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണല്ലോ ഈ യൂട്യൂബിലേക്ക് വന്നത്. പക്ഷെ വർഷം 3 കഴിഞ്ഞു. ഒരു വർഷം ഒരൊറ്റ വീഡിയോ ഇട്ട് അതങ്ങനെ പോയി. ഈ പ്രായത്തിലാണോ നീ വീഡിയോ എന്നൊക്കെ ഓർത്തിട്ട്, അതും യൂട്യൂബിൽ, അയ്യോ ഞാനില്ല എന്ന് വിചാരിച്ചിട്ട് അതങ്ങോട്ട് മാറ്റി വെച്ചു. പക്ഷെ വീണ്ടും നമുക്ക് തലയ്ക്ക് മീതെ തല നിറയെ പ്രശ്നങ്ങളായപ്പോൾ വേറൊരു ആശ്രയമില്ല. എന്നാൽ പിന്നെ അതൊന്നും കൂടി ഒന്ന് പൊടി തട്ടി എടുക്കാം എന്ന് വിചാരിച്ചിട്ട് വീണ്ടും പൊടി തട്ടി വന്നു. ആദ്യമൊക്കെ ഇപ്പം അതിൻ്റെ കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞാൽ ശരിയാവില്ല, രണ്ടും കൂടി മിക്സ് ചെയ്യണ്ട. അപ്പം നാളെ ഞങ്ങൾ രാവിലെ 8:30 ആകുമ്പോഴത്തേക്കും ഇവിടുന്ന് പോകും. കുഞ്ഞിപ്പെണ്ണിൻ്റെ കാര്യം പറഞ്ഞാണ്ടല്ലോ, എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ദൈവമേ, എങ്ങനെ പോയിട്ട് മറ്റൊരു അന്തരീക്ഷത്തിൽ അത് അതിനിഷ്ടപ്പെടുമോ, അതിന് ആ സാഹചര്യമായിട്ട് പൊരുത്തപ്പെടാനായിട്ട് പറ്റുമോ എന്നൊക്കെയുള്ള കുറേ ടെൻഷൻ എനിക്ക് അതോർക്കുമ്പോൾ എനിക്കിങ്ങനെ കുടുകൂടാന്ന് കണ്ണീന്ന് കാര്യം ചിന്തിക്കുമ്പം കണ്ണുനീര് വരും കേട്ടോ. പക്ഷേ ആരോടും പറയൂല, കാണിക്കൂല, ഒന്നുമില്ല. കാരണം ജനിച്ചിട്ട് ഇത്രയും നാളും 10, 80, 85 ദിവസത്തോളം ഈ വീട്ടിൽ കഴിഞ്ഞ കുട്ടി മറ്റൊരു വീട്ടിലേക്ക്, അത് ഞാൻ വേണം ഉറക്കാൻ വേണ്ടിയിട്ട്. ഞാനില്ലെങ്കിൽ ആൾ ഉറങ്ങില്ല. ഞാനിങ്ങനെ ഡാൻസൊക്കെ കളിച്ച് തുള്ളി കളിച്ചിട്ടാണ് അതിനെ ഉറക്കണത്. അങ്ങനെയൊക്കെ ഉള്ളൊരു കുഞ്ഞ് അവിടെ ചെന്നാൽ എന്തു ചെയ്യും എന്നാലോചിച്ചിരുന്നിട്ട് ഞാൻ വെട്ടിയായില്ലേ. കുട്ടി അവിടെ ചെന്നപ്പോൾ ഉണ്ടല്ലോ, പണ്ടെങ്ങാണ്ടോ ആ വീട്ടിൽ ജനിച്ച ഒരാളത്തെ പോലെ അവരായിട്ടൊക്കെ നല്ല കമ്പനി. സാരില്ല, കുഞ്ഞിൻ്റെ വീടല്ലേ, കുഞ്ഞിൻ്റെ അച്ഛൻ്റെ വീടാണ്, അത് കുഞ്ഞിൻ്റെ വീടാണ്. അപ്പോൾ അവിടെയുള്ള ആളുകളൊക്കെ ആയിട്ടേ യാതൊരു പ്രശ്നമില്ല. അപ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കും, ദൈവമേ, അവിടെയുള്ള ആളുകളൊക്കെ എടുക്കുമ്പോഴൊക്കെ അവന് ഇഷ്ടപ്പെടുമോ, കരയോ, എന്ത് ചെയ്യും എന്നൊക്കെ ചിന്തിച്ചിരുന്ന് ഞാൻ പമ്പര വീട്ടി. കുഞ്ഞ് ആ വീട്ടിലെ ഒരാളായിട്ട് മാറി. സാരില്ല, ഓക്കെ, അങ്ങനെയാണല്ലോ വരേണ്ടത്. അങ്ങനെ അതുകൊണ്ട് നമുക്ക് വിഷമമില്ല. അതാണ് പ്രധാന കാരണം. അല്ലെങ്കിൽ പാറു വിളിച്ചിട്ട് പറയാം, അമ്മ കുഞ്ഞ് ഉറങ്ങണില്ല, കുഞ്ഞ് കളിക്കുന്നില്ല, അല്ലെങ്കിൽ കുഞ്ഞ് കരച്ചിൽ തന്നെയാണ് എന്നൊക്കെ പറഞ്ഞാൽ. ഇന്നലെ രാത്രി പക്ഷെ എന്തോ ആൾക്ക് ഉറങ്ങാൻ ഇത്തിരി മടിയായിരുന്നു പറഞ്ഞു. എങ്കിലും കരച്ചിലില്ല. ആ വീട്ടുകാർക്ക് കുട്ടീനെ കൊണ്ട് യാതൊരു ബുദ്ധിമുട്ടില്ല. ചില കുട്ടികളെ കണ്ടില്ലേ, കാപ്പീന്ന് കരഞ്ഞിട്ട് ആ വീട്ടിലൂടെ കിടന്നുറങ്ങാൻ പറ്റാണ്ട്. പക്ഷേ ഇങ്ങോരെ കൊണ്ട് അങ്ങനെയുള്ള കുഴപ്പമൊന്നുമില്ല. ഉണർന്ന് കിടന്നാലും ആളെന്തെങ്കിലും കളിയോ ചിരിയോ വർത്തമാനവും കാര്യങ്ങളൊക്കെ ആവും. ആ വീട്ടിലുള്ളവർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാക്കാണ്ട് അങ്ങനെ ഹാപ്പിയായിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. അത് കാരണം എനിക്ക് ബുദ്ധിമുട്ടില്ല, വിഷമമില്ല, സങ്കടമില്ല. കുഞ്ഞിൻ്റെ വീട്ടിലല്ലേ, ഓക്കെ. അത് അങ്ങനെയല്ലേ അങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ. അങ്ങനെയാണ് നമ്മളിന്ന് നമ്മുടെ എന്ന് പെൺകുട്ടികളുടെ കുഞ്ഞുങ്ങളെ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കാൻ പറ്റുമോ? പറ്റില്ല. അവർക്ക് എന്തെങ്കിലും എൻ്റെ അമ്മമ്മ അല്ലെങ്കിൽ എൻ്റെ മണിയമ്മ എന്നൊക്കെ തോന്നിയിട്ട് എൻ്റെ അടുത്തേക്ക് എൻ്റെ അടുത്ത് നിന്ന് എന്നെ ആ രീതിയിലൊന്ന് കണ്ടാൽ അതെൻ്റെ സന്തോഷം, എൻ്റെ ഭാഗ്യം. അത്രയേ ഉള്ളൂ. അല്ലാണ്ട് പിടിച്ചു വെക്കാനോ വലിച്ചു വെക്കാനോ ഒന്നും ഞാനില്ല. അതാണെങ്കിൽ അവിടെ ഫുൾ ഹാപ്പി. അപ്പോൾ നാളെ ചെല്ലുമ്പോൾ കാണാം. എന്നിട്ട് അതിനെ പറഞ്ഞ മാതിരി എടുത്ത് കൊഞ്ചിച്ച് അതിനെ അവിടെ ആക്കിയിട്ട് ഇങ്ങോട്ട് പോരാൻ എനിക്ക് പറ്റുമോ, ഈ വിഷമം വരുമോ, സങ്കടം വരുമോ എന്നൊക്കെ അറിയില്ല. ഈ ഇവിടെ വന്നിട്ട് കൂട്ടിക്കൊണ്ട് പോകുന്നതൊക്കെ
വീഡിയോ പകർത്താനൊന്നും എനിക്ക് ആ നേരത്തെ ഒരു മൈൻഡ് ഉണ്ടായിരുന്നില്ല കേട്ടോ. ഒന്നാമത് പ്രായത്തിൻ്റേതായ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഒറ്റയാൾ പട്ടാളല്ലേ, വീട്ടിലെ കാര്യങ്ങളെല്ലാം എ ടു സെഡ് ഇങ്ങനെ ചെയ്യേണ്ട ആകുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഈ കാര്യങ്ങൾ പകർത്താനും കുഞ്ഞിനെ അവർ കൊണ്ടുപോകുന്നത് പകർത്താനും വന്നവരെ പിടിക്കാനും ഒന്നും എനിക്ക് പറ്റിയില്ല കേട്ടോ. അത് കാണിക്കണമെന്ന് എനിക്ക് നേരത്തെ ഭയങ്കര ആഗ്രഹമായിരുന്നു, പക്ഷേ സാധിച്ചില്ല. കുഞ്ഞിനെ കൂട്ടിക്കൊണ്ട് പോകാനായിട്ട് മോളുടെ അച്ഛമ്മയും അമ്മായിയും അമ്മായിയുടെ ഭർത്താവും അമ്മായിയുടെ മോനും, ഇത്ര പേരാണ്. മോൻ എന്ന് പറഞ്ഞാൽ 5 വയസ്സുണ്ടാവും. ഇത്ര പേരാണ് വന്നത്. പിന്നെ വണ്ടി ഡ്രൈവറും. അവർ ഒരു നേരം വെള്ളം കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു, കേക്ക് ഉണ്ടായിരുന്നു. പിന്നെ വന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ഇവിടെ ഉണ്ടാക്കിയ ഊണ് അത് കഴിച്ച് സന്തോഷമായിട്ട് കുഞ്ഞിനെയും കൊണ്ട് അവർ പോയി. എനിക്കൊരു സാരി തന്നിട്ടുണ്ട്, നല്ല, അയ്യോ അത് നിങ്ങളെ കാണിക്കണമെന്നുണ്ടായിരുന്നു, കാണിക്കാം കേട്ടോ, വീഡിയോയിൽ ഞാനത് കാണിക്കാം കേട്ടോ. നല്ല സാരിയാണ്, നല്ല എനിക്കിഷ്ടപ്പെട്ട കളറാണ്, പച്ച സാരി തന്നെ തന്നിട്ടുണ്ട്. അങ്ങനെ ആ സാരി നാളെ ഉടുക്കണമെന്ന് വിചാരിച്ചു, പക്ഷേ ഈ ഗോൾഡിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, അപ്പോൾ അതിൻ്റെ പുറകെ ഇങ്ങനെ മനസ്സ് പോയത് കാരണം ഇതിൻ്റെ ബ്ലൗസ് തയ്പ്പിക്കാനൊന്നും പറ്റിയില്ല. അപ്പോൾ കഴിഞ്ഞ തവണ ഞാൻ എടുത്തുകൊണ്ട് പോയ ആ സാരി തന്നെ ഉടുക്കാമെന്ന് വിചാരിക്കുന്നു. പിന്നെ എന്താ, അപ്പോൾ എൻ്റെ അല്ല, നമ്മുടെ ചാനലിൻ്റെ മോണിറ്റൈസേഷൻ അടുത്തിട്ടുണ്ട്. അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഏറ്റവും അടുത്ത ദിവസം നിങ്ങളുടെ അടുത്തേക്ക് വരാം കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നാളെ പോകുന്നതും ഒക്കെ കാണിക്കാം. അപ്പോൾ ഞാൻ ഹാപ്പിയാണ്. പിന്നെ എൻ്റെ ചേച്ചി മോളെ കെട്ടാനിരിക്കുന്ന ചെക്കൻ, അവൻ ഒരു അമ്പലശാന്തിയാണ്. അപ്പോൾ അവൻ ഒരു വണ്ടി കൊണ്ടുവരും, അവൻ്റെ കാറ്. പിന്നെ മൂത്ത മോൻ്റെ വണ്ടി ഉണ്ടല്ലോ അത്. അങ്ങനെ 2 വണ്ടിയിൽ ആൾക്കാർ, ഏകദേശം ഒരു 10 പേരൊക്കെ ഞങ്ങൾ ഇവിടുന്ന് പോകുന്നുള്ളൂ. ആ വിശേഷങ്ങളൊക്കെ നാളെ എടുക്കാം കേട്ടോ. അപ്പോൾ പിന്നെ കാണാം. ടാറ്റാ.